ചെന്തിരിക്ക ഒന്നും നോക്കണ്ട. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് പലപ്പോഴും അഗ്നിബാധയുണ്ടായി വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് പലപ്പോഴും വാർത്തകളിലൂടെ നമ്മൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഷോർട്ട് സർക്യൂട്ടുകളാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണം. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വലിയ വിഷയവും. ഇന്നിപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അങ്ങനെ ഒരു അപകടമുണ്ടായി. മുരിങ്ങൂരിൽ നിന്ന് മേലൂരിലേക്ക് പോകുന്ന വഴിക്ക് നടുത്തുരുത്തിലേക്ക് പോകുന്ന പറുദീസ റോഡ് എന്ന് പറഞ്ഞ റോഡ് ആ പ്രദേശവാസികൾക്ക് അറിയാൻ സാധിക്കും. ആ റോഡിലൂടെ പോകുന്ന മേലൂർ പിണ്ടാണി സ്വദേശിയായിട്ടുള്ള വിൽസൺ ചേട്ടൻ്റെ എയ്സ് വാഹനം ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഈ വാഹനം ഒരു 3 മാസത്തോളമായിട്ട് കൊരട്ടി പോലീസ് സ്റ്റേഷനിലായിരുന്നു. അവിടെ നിന്നും ഈ വാഹനം എടുത്ത് പോരുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത്. ഇതെന്തോ ഒരു സ്മെല്ല് വരുന്നത് കണ്ട് ഈ ചേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുന്ന സമയത്താണ് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഒരു വലിയ ദുരന്തമാണ് ഉണ്ടാകേണ്ടിരുന്ന ആ ചേട്ടൻ വിൽസൺ ചേട്ടൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ വാഹനങ്ങൾ ഒരുപാട് സമയം ഒരു സ്ഥലത്ത് ഉപയോഗിക്കാതെ കിടന്നതിന് ശേഷം നമ്മൾ ഈ വാഹനം എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാകാറുണ്ട്. വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മേലൂരിലെ ഗ്രാമപഞ്ചായത്ത് അംഗം AD സജിയും കുടുംബവും കൈക്കുഞ്ഞുമായി സഞ്ചരിക്കുന്ന ഒരു വാഹനമാണ് ആമ്പല്ലൂരിനടുത്ത് വെച്ച് തീ പിടിച്ചത്. ഭാഗ്യത്തിനാണ് ആ കുടുംബം രക്ഷപ്പെട്ടത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധിയായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വളരെ നാളുകൾക്ക് ശേഷം ഉപയോഗിക്കാതെ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് മുതലായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോട് കൂടിയിട്ട് വേണം നമ്മൾ വാഹനങ്ങൾ എടുക്കുമ്പോൾ. കാരണം ദീർഘനാളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു വാഹനം എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും വിൽസൺ ചേട്ടൻ ഭാഗ്യം കൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. സംഭവം പറഞ്ഞ് ചാലക്കുടി ഫയർ സ്റ്റേഷനിലെ അഗ്നിശമന സേനാംഗങ്ങൾ വന്ന് തീയണയ്ക്കുകയായിരുന്നു. നന്ദി, നമസ്കാരം.